നമുക്ക് ശരിക്കും പറഞ്ഞാൽ നഷ്ടമായത് ഒരു അത് പ്രത്യേകിച്ച് എൻ്റെ തലമുറയിൽ ഷാനവാസിനെ എൻ്റെ തലമുറയിൽ കൂട്ടാവുകയില്ല, അത് കഴിഞ്ഞു വന്നതാണ് പ്രായം കൊണ്ട്. ഈ പ്രായത്തിൽ തന്നെ ഷാനവാസിന് വിവാദത്വം എന്നെ ബാധിച്ചു എന്ന് ഞാൻ വായിക്കും. എന്നെ പോലെ ഒരാൾ വിവാദത്വം പറഞ്ഞ പിന്നെ വർഷമാണ് സീനിയർ സിറ്റിസനായ ഒരാളാണ് എന്ന് പറയാം. പക്ഷെ വളരെ കാര്യമായിട്ട് ഈ ഒരു 30-35 വർഷത്തെ ജീവിതത്തിനിടയിൽ അതിനിടയിൽ മറഞ്ഞുപോയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കാലനൂറ്റാണ്ടിനുള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായി. നമ്മുടെ പ്രകൃതി തന്നെ മാറി, നമ്മുടെ പുഴകൾ വറ്റി താഴ്ന്ന് ആഴ്ന്നു പോയി. കൃഷിഭൂമികളും ഏറ്റവും കേരളത്തിലെ പ്രത്യേകിച്ച് കുട്ടനാടും പിന്നെ പാലക്കാടുള്ള പല ഭാഗങ്ങൾ ഒഴിച്ച് കേരളത്തിൽ നിന്ന് കൃഷിയില്ല. അവർ പിന്നെ നെൽപ്പാടങ്ങളിലൂടെ നടക്കുകയും അവിടുത്തെ പച്ചപ്പും അതുപോലെ പിന്നെ നെല്ലോലകളും കാലിൽ കടയിപ്പോഴുള്ള പ്രത്യേക അനുഭൂതികളും ഇതിനെപ്പറ്റി എഴുതുമ്പോൾ കൃത്യമായും കഴിഞ്ഞുപോയ ഒരു കാലഘട്ടമാണ് നമ്മുടെ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഇതിലെ ഒരു അധ്യായമാണ് സാംബശിവനെ പറ്റി എഴുതിയിരിക്കുന്നത്. സാംബശിവൻ നമ്മുടെ നാട്ടിലെ ഒരു വളരെ പ്രചാരത്തിലിരുന്ന ഒരു കാലത്ത് നമ്മൾ കഥാപുസ്തകം എന്ന് പറഞ്ഞാൽ അത്ര വളരെ കാര്യമായിട്ട് എടുത്തിരുന്നില്ല. പക്ഷെ അതിലെ ഒരു വലിയ പ്രതിഭയായിരുന്നു സാംബശിവൻ. സാംബശിവന്റെ കഥാപുസ്തകം ഉണ്ടെന്ന് പറഞ്ഞാൽ അന്ന് ഏത് ഉത്സവത്തിനും അന്ന് മറ്റേത് കലാപരിപാടികൾക്കും ആളുകൾ കൂടുന്നതിനേക്കാൾ കൂടുതൽ പേര് ഏത് സമയം വരെ വെളുപ്പാങ്കലം വരെ ഒരു അദ്ദേഹം വരാൻ വേണ്ടി കാത്തിരുന്ന വെളുപ്പിനെ കഥാപുസ്തകം കേട്ട കഥ പറയുന്നു. അത് എനിക്ക് കുറച്ച് അറിയാം. സാംബശിവനെ പറ്റി എനിക്ക് അല്പം അറിയാം. അദ്ദേഹം എസ് എൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് കഥാപുസ്തകം നടത്തിയാണ് അദ്ദേഹം അവിടെ തൻ്റെ പഠനം തുടരുന്നത്. അത്ര കഷ്ടപ്പെട്ട് വളർന്ന ഒരാൾ. അപ്പോൾ അദ്ദേഹം മെയ് പഠിച്ചതൊക്കെ അങ്ങനെ സ്വന്തം ഒരു ജീവിതം കരുപിടിച്ചത് കഥാപുസ്തകത്തിലൂടെ. കഥാപുസ്തകം തന്നെ അദ്ദേഹം അതിന് പുതിയ രൂപഭാവങ്ങൾ നൽകി. വെറുതെ ഒരാൾ സ്റ്റേജിൽ നിന്നിട്ട് ഈ പറയുന്നത് ഈ ചെപ്പളാക്കോട്ടെ എന്ന് പറയുന്നത് അതിങ്ങനെ അടിച്ച് പഴയ ഹരികഥക്കാരനെ കിട്ടുകയാണ് ചെപ്പളാക്കോട്ടെ. അങ്ങനെ കഥ പറയുന്ന രീതിയൊക്കെ മാറി വളരെ ആസ്വാദ്യകരമായ രീതിയിൽ ലോകത്തിലെ ക്ലാസിക്